അസ്സലാമു അലൈക്കും ഫ്രണ്ട്സ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു പോപ്കോൺ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. പോപ്കോൺ എന്ന് പറയുമ്പോൾ എല്ലാവരും വിചാരിക്കും ഈസി അല്ലേ, എളുപ്പമല്ലേ ഉണ്ടാക്കാൻ പറ്റുമെന്ന്. അങ്ങനെ തന്നെയാണ്. പക്ഷെ ഞാൻ വീട്ടിൽ നമുക്ക് ഫ്രഷായിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന രീതി പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ കൂടുതൽ ആൾക്കാരും നമ്മൾ ഷോപ്പിൽ നിന്ന് പാക്ക് ചെയ്ത് പോപ്കോൺസ് മേടിച്ച് മക്കൾക്കായാലും വലിയവരായാലും കഴിക്കാറാണ് പതിവ്. അപ്പോൾ അങ്ങനെ ഇല്ലാതെ ഇപ്പോൾ നമുക്ക് ഈ ഡ്രൈ കോൺസ് പാക്ക് ചെയ്ത് സൂപ്പർ മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആണ്. ജസ്റ്റ് 60 റുപ്പീസേ ആവുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ മേടിച്ച് വെച്ച് നമ്മൾ വീട്ടിൽ തന്നെ ഫ്രഷായിട്ട് ബട്ടർ വെച്ചിട്ടോ അല്ലെങ്കിൽ കോക്കനട്ട് ഓയിൽ വെച്ചിട്ടോ അങ്ങനെ ഉണ്ടാക്കി കഴിക്കാവുന്ന രീതിയായിട്ടുള്ള ആ ഒരു വീഡിയോ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ ഒരു കുക്കറാണ് അടുപ്പിൽ വെച്ചിരിക്കുന്നത്. സ്റ്റൗ ഓൺ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ പാൻ ചൂടാവുമ്പോൾ അതിലേക്ക് നമുക്ക് ഓയിൽ ചേർത്ത് കൊടുക്കാം. എൻ്റെ കയ്യിൽ ബട്ടർ ഇല്ലാത്തത് കൊണ്ടിട്ട് ഞാൻ സാധാരണ ഉണ്ടാക്കുമ്പോൾ ബട്ടറിലാണ് ചെയ്യാറ്. അപ്പോൾ ഇപ്പോൾ എൻ്റെ കയ്യിൽ ബട്ടർ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ കോക്കനട്ട് ഓയിലാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ ഞാൻ ആവശ്യത്തിന് ഓയിൽ ഒഴിച്ച് കൊടുക്കും. ഈ കുക്കർ ചൂടാവുമ്പോൾ ആവശ്യത്തിന് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഓയിൽ ഒഴിച്ച് കൊടുക്കാം. നമ്മളിവിടെ കോക്കനട്ട് ഓയിലാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ബട്ടർ ഉണ്ടെങ്കിൽ അതായിരിക്കും നല്ലത്. ഇനി ഈ കോക്കനട്ട് ഓയിലിലേക്ക് ജസ്റ്റ് ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. നമ്മൾ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ടോ. ഇനി അത് ആ ഓയിലുമായിട്ടൊന്ന് സ്പ്രെഡ് ആവാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ആ കുക്കർ എടുത്തൊന്ന് കറക്കി കൊടുക്കുകയാണ്. നിങ്ങൾ ഇങ്ങനെ കറക്കി കൊടുക്കണമെന്നില്ല, ജസ്റ്റ് സ്പൂൺ വെച്ചൊന്ന് ഇളക്കി കൊടുത്താലും മതി കേട്ടോ. പിന്നെ സ്പൈസിയൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഈ ടൈമിൽ കുറച്ച് മുളക് പൊടിയോ അല്ലെങ്കിൽ എന്തെങ്കിലും മസാലയോ ആഡ് ചെയ്യാവുന്നതാണ് കേട്ടോ. അതിനുശേഷം ഞാൻ കുറച്ച് ഡ്രൈ കോൺസാണ്, ഓയിൽ ചൂടായി വന്നിട്ടുണ്ട്, അപ്പോൾ ഡ്രൈ കോൺസ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഡ്രൈ കോൺസും എണ്ണയിൽ ഒന്ന് നല്ല രീതിയിൽ സ്പ്രെഡ് ആവാൻ വേണ്ടിയിട്ട് ഞാൻ ഒന്നും കൂടെ ഒന്ന് കറക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിനുശേഷം അതൊന്ന് ചൂടായെന്ന് കാണുമ്പോൾ ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ക്ലോസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, വിസിൽ കുക്കറിലാണ് നിങ്ങൾ വെക്കുന്നതെങ്കിൽ അടുപ്പിലുള്ള വിസിൽ മാറ്റിയതിന് ശേഷം മാത്രം ക്ലോസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഞാൻ ക്ലോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പൊതുവേ മക്കൾക്ക് ഇഷ്ടമുള്ളൊരു കാര്യമാണ് പോപ്കോൺ എന്ന് പറയുന്നത്. അപ്പോൾ മക്കൾക്ക് കൊടുക്കുന്നെങ്കിൽ നല്ലത് ബട്ടർ തന്നെയാണ്. ബട്ടർ അല്ലെങ്കിൽ ഒലീവ് ഓയിലോ ചേർക്കാവുന്നതാണ് കേട്ടോ. കൂടുതലും കോക്കനട്ട് ഓയിൽ മക്കൾക്ക് കൊടുക്കുന്നെങ്കിൽ ഒഴിവാക്കുന്നതാണ് നല്ലത്. ഇതിപ്പോൾ നമുക്ക് ഇങ്ങോട്ട് കഴിക്കാൻ വേണ്ടിയിട്ടും ബട്ടർ ഇല്ലാത്തത് കൊണ്ടുമാണ് ഞാൻ ഇപ്പോൾ കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അല്ലാതെ മക്കൾക്കായിട്ട് കൊടുക്കുമ്പോൾ ഒലീവ് ഓയിലും ബട്ടറുമാണ് നല്ലത്. ഹെൽത്തി ആയിട്ടും ഫ്രഷായിട്ടും കഴിക്കാനും മക്കൾക്ക് കഴിക്കാനും നല്ലത് ബട്ടറും ഒലീവ് ഓയിലും തന്നെയാണ് കേട്ടോ. അപ്പോൾ അതെടുക്കാൻ മെയിനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇത് നമ്മുടെ പോപ്കോൺ അവിടെ പൊട്ടി വരുന്നുണ്ട് കേട്ടോ. പൊട്ടി തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് ആ ശബ്ദം കേൾക്കാൻ പറ്റുമെന്ന് കരുതുന്നു. പൊട്ടി വന്നിട്ടുണ്ട്. നമുക്കിത് തുറക്കാം, ഓപ്പൺ ചെയ്യാം. ഇതാ നമ്മുടെ പോപ്കോൺ എല്ലാം റെഡി ആക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് തട്ടാം. അപ്പോൾ ഇതാ നമ്മൾ മുരുമുരാവുള്ള പെർഫെക്റ്റ് പോപ്കോൺ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ഒന്ന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ബൈ. അസ്സലാമു അലൈക്കും.